ഇന്ത്യയിൽ കോടികൾ മുടക്കുമുതലുള്ള ഒരു വൻ വ്യവസായമാണ് സിനിമ. വൻ താരങ്ങൾ മുതൽ ലൈറ്റ് ബോയ് വരെ ഒരുപാട് പേർ, ഒരു 10,000 പേരെങ്കിലും സിനിമയെ ആശ്രയിച്ച് പ്രത്യക്ഷമായി ജീവിക്കുന്നു. പരോക്ഷമായി ഒട്ടനവധി പേർക്ക് സിനിമ ഒരു ജീവനോപാധിയാണ്. വെൽക്കം ടു വിവേക്സ് വ്യൂസ്. അതിനപ്പുറം കലാമൂല്യമുള്ള ചിത്രങ്ങൾക്ക് മനുഷ്യ മനസ്സുകളെ വലിയ രീതിയിൽ സ്വാധീനിക്കാനും സന്തോഷിപ്പിക്കാനും വിമലീകരിക്കാനും ഒക്കെ കഴിയും. പിന്നെ താരങ്ങളും അവരുടെ ജീവിത രീതി, ഫാഷൻ ഭ്രമം, ഇതൊക്കെ സമൂഹത്തെ പല രീതിയിലും സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ കലാരൂപങ്ങളെയും സിനിമയ്ക്കകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പലപ്പോഴും ജീവിതത്തിൽ നിന്നാണ് സിനിമ ഉത്ഭവിക്കുന്നതെങ്കിലും കൊമേഴ്ഷ്യൽ സിനിമകൾക്ക് ജീവിതവുമായി യാതൊരു ബന്ധവും കാണത്തില്ല. നമ്മളത് തിയേറ്ററിൽ ഇരിക്കുന്ന അത്രയും നേരം നമ്മളെ ഭ്രമിപ്പിക്കുന്ന മറ്റൊരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ സിനിമയ്ക്ക് സാധിക്കും. എന്നാൽ കലാമൂല്യമുള്ള ചിത്രങ്ങളാകട്ടെ നമ്മളെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ തന്നെ അതിന് കെൽപ്പുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന പല അതിക്രമങ്ങൾക്കും അനീതികൾക്കും കുടിലതകൾക്കും എല്ലാം എതിരെ പ്രതികരിക്കാൻ ഒരു മാധ്യമം കൂടിയാണ് സിനിമ. അങ്ങനെ പല രീതിയിലും ശ്രേണിയിലും ഒക്കെ ഉള്ള സിനിമകൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. എന്നാൽ ഈ നിർമ്മിക്കുന്ന സിനിമകൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ ധാർമ്മികതയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം, കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ വേണം എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നാണ് സെൻസർ ബോർഡ് പോലുള്ള സ്ഥാപനങ്ങളെ നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു സിനിമ അവതരിപ്പിക്കാമെന്ന സർട്ടിഫിക്കറ്റ് ഇവിടെ സമ്മാനിക്കുന്നത് സെൻസർ ബോർഡാണ്. അപ്പോൾ ഈ സെൻസർ ബോർഡാണെങ്കിൽ ചില രംഗങ്ങളൊക്കെ നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് കളയാൻ ആവശ്യപ്പെടും. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഉള്ള സിനിമകളെ പോലെ അശ്ലീല രംഗങ്ങളൊന്നും കുത്തി നിറയ്ക്കാൻ നമ്മുടെ സിനിമകളിൽ പൊതുവെ അനുവദിക്കാറില്ല. പ്രായപൂർത്തിയായവർക്ക് മാത്രം കാണാൻ പറ്റിയ കുറച്ച് പടങ്ങളുണ്ട്. അവർക്ക് സർട്ടിഫിക്കറ്റ്, അഡൽട്സ് ഒൺലി സർട്ടിഫിക്കറ്റ് നൽകാറുണ്ട്. പിന്നെ കുട്ടികൾ തന്നെ മുതിർന്നവരുടെ മേൽനോട്ടത്തിൽ മാത്രം കാണാൻ പറ്റുന്ന പടങ്ങളുണ്ട്. അപ്പോൾ A+U അങ്ങനെ പലതരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളാണ് നമ്മുടെ രാജ്യത്ത് സിനിമകൾക്ക് നൽകുന്നത്. അങ്ങനെ കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ പൊതുവെ ഏർപ്പെടുത്താറുണ്ട്. എന്നാൽ പുരാണങ്ങളിലെ പേരുള്ള കഥാപാത്രങ്ങൾ ഒരു സിനിമയിലും പാടില്ല എന്നൊക്കെയുള്ള ഒരു നിർദ്ദേശം ഇതുവരെ അങ്ങനെ സെൻസർ ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ അതും ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. JSK, ജാനകി വെർസസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായകനായി അഭിനയിക്കുന്ന പടത്തിന് സെൻസർ ബോർഡ് റിലീസിന് അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. അതൊരു വിചിത്ര ന്യായം ഉന്നയിച്ചുകൊണ്ടാണ്. സീതാദേവിയുടെ മറ്റൊരു പേര് ജാനകി എന്നാണെന്നും ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ ജാനകി എന്ന് പറഞ്ഞ കഥാപാത്രം ഒരുപാട് അപകീർത്തികരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നും അതുകൊണ്ട് ഈ കഥാപാത്രത്തിൻ്റെ പേര് മാറ്റണമെന്നുമാണ് സെൻസർ ബോർഡിൻ്റെ ആവശ്യം. അപ്പോൾ ഒറിജിനൽ സീതാദേവി കടന്നുപോയ അപകീർത്തികരമായ സാഹചര്യങ്ങളൊന്നും സെൻസർ ബോർഡിന് അറിവില്ലേ എന്നൊരു സംശയം ഉണ്ടാകാം. ഈ സീതാദേവി ദൈവത്തിൻ്റെ ഭാര്യയായിരുന്നു. അപ്പം ദൈവത്തിൻ്റെ ഭാര്യയായിരുന്നിട്ട് മറ്റ് രാജ്യത്ത് നിന്നുള്ള ഏതോ ഒരുത്തൻ വന്ന് പൊക്കിക്കൊണ്ട് പോയി. എന്നിട്ട് അവൻ മണിക്കൂറുകൾക്കകമാണ് കൊണ്ടുപോയത്. അത് നമ്മൾ കാലങ്ങളെടുത്ത് കടലിൽ കല്ലൊക്കെ 1 by 1 ആയിട്ട് ഇട്ടാണ് പോയി രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നത്. അപ്പം ഒരുപാട് നാൾ അവിടെ ഒരു ജയിലിൽ പോലെ അവിടെ കഴിയേണ്ടി വന്നു, ഓപ്പൺ ജയിലെന്നൊക്കെ പറയാം. എന്നിട്ട് തിരിച്ചു കൊണ്ടുവന്ന ശേഷം എന്താണ് സംഭവിച്ചത്? അവരെ ഉപേക്ഷിച്ച് കളയുകയാണ്. അപ്പോൾ ഇന്നും ഈ നാട്ടിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ദുരവസ്ഥയുടെ ഒരു സാക്ഷ്യപത്രം തന്നെയാണ് സീതാദേവിയുടെ ജീവിതം എന്ന് പറയുന്നത്. ഇന്ത്യൻ പോപ്പുലേഷന്റെ ഭൂരിപക്ഷവും ഹിന്ദുക്കളാണെന്ന് നമുക്കറിയാം. ആ ഹിന്ദുക്കളുടെ ഭൂരിപക്ഷം പേരുകളും ഹിന്ദു ദേവീ ദേവന്മാരുടെ പേരുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ദേവീ ദേവന്മാരുടെ പേരൊന്നും നമുക്ക് ഒരു കഥാപാത്രത്തിനും ഇടാൻ പറ്റില്ലെന്ന് വന്നാൽ എന്താണ് അവസ്ഥ? പണ്ട് കാലത്ത് പിന്നാക്ക ദളിത് വിഭാഗങ്ങളിലുള്ളവർക്ക് ഈ ദേവീ ദേവന്മാരുടെ പേരൊന്നും ഇടാൻ അന്നത്തെ ജന്മി ഭരണകൂടം സമ്മതിക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പേരിലും ഒരു രാഷ്ട്രീയമുണ്ടെന്ന് കാണാൻ കഴിയും. സിനിമയെ സിനിമയായാണ് കാണേണ്ടത്. അതിനെ പുരാണ കഥാപാത്രങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിഹാസ പുരാണങ്ങളെ സംരക്ഷിക്കാൻ നോക്കുന്നത് വിഡ്ഢിത്തരമാണ്, സെൻസിബിലിറ്റി ഇല്ലായ്മയാണ്. എന്തായാലും ഈ കോടതി ഇപ്പോൾ ഒരു റിവ്യൂ കമ്മിറ്റിയെ പിന്നീട് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ റിവ്യൂ കമ്മിറ്റി വീണ്ടും സിനിമ കണ്ടു. എന്നിട്ട് വീണ്ടും അവർ അതേ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് സിനിമയുടെ പേര് മാറ്റിയേ പറ്റൂ എന്നുള്ളത്. ഇനി ആ റിവ്യൂ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കോടതിയുടെ ഫ്രണ്ടിൽ എത്തുമ്പോഴത്തേക്ക് കോടതി എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തായാലും കാര്യങ്ങൾ നേരായ രീതിയിലല്ല പോകുന്നത്.